കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, ആ ദലാലത്തൊക്കെ വഴികേടാണ്, നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്തിനേറെ നമ്മളെ പൊന്മളത്തുണ്ടല്ലോ വലിയ മുസ്ലിയാര്, അഖിലേന്ത്യാ മുഫ്തി എന്നറിയപ്പെടുന്ന പൊന്മള മുസ്ലിയാര്, അയാളോട് ചോദിച്ചു, അയാളെ ഫതാവ മുഹീസുന്നയിൽ ബാങ്കിന്റെ മുമ്പ് സലാത്തെല്ലാം പറ്റുമോന്നാ. ബാങ്കിന് മുമ്പിന്റെ സലാത്ത് നമ്മളെ പള്ളിക്കുന്നൊക്കെ ചില ഖുറാഫികള്, അതിനെപ്പറ്റി അഖിലേന്ത്യാ മുഫ്തിയോട് ഫതാവ മുഹീസുന്നയിൽ ഒരു ചോദ്യം. എന്താ മൂപ്പര് പറഞ്ഞത്? ഫതാവ മുഹീസുന്നയുടെ 1-ാം വാള്യം 131-ാമത്തെ പേജിൽ അദ്ദേഹം കൊടുക്കുക ബാങ്ക് വിളി. എന്താണ് ചോദ്യം? ബാങ്കിന് മുമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യസഹിതം വിവരിക്കുക എന്ന് ചോദ്യം. അദ്ദേഹം കൊടുത്ത ഫത്വ എന്താ? ഇങ്ങനെ ഇതേ ചോദ്യം ഇബ്നു ഹൈതമി എന്നവരോട് ചോദിച്ചപ്പോൾ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, ഹദീസുകളിൽ ഒന്നും ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ, അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. കാരണം രേഖയിലില്ലാതെ ശറഇൽ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാവുന്നതല്ല. എന്താ സംഗതി? ബാങ്കിന്റെ മുമ്പ് ചില പള്ളിക്കല് മോലയമാരെ മുക്രിമാരും ചെയ്യും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടാ ബാങ്ക് കൊടുക്കുക. ഇസ്ലാമിക വീക്ഷണ പ്രകാരം ബാങ്ക് കഴിഞ്ഞിട്ടാ സ്വലാത്ത്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്ത ആളും കേട്ട ആളും എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിച്ച മൂപ്പര് പറയാന്ത് അങ്ങനെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഹദീസിലും വന്നിട്ടില്ല. അതുകൊണ്ട് സുന്നത്താണെന്ന് വിശ്വസിച്ച് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് എന്ന് ഫതാവൽ കുബ്ര 1/131 പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഫതാവ മുഹീസുന്ന 1-ാം വാള്യം 53-ാമത്തെ പേജ്. അത് ഞാൻ പേജ് വന്നപ്പോൾ തെറ്റി തോന്നുന്നു. 53-ാമത്തെ പേജിലാണ് ഫതാവയിൽ പറഞ്ഞത്. ഇബ്നു ഹജർ പറഞ്ഞത് 131-ാമത്തെ പേജിലാണ്. അപ്പൊ എന്താ അവിടെ പറഞ്ഞൂടെ? എന്താ ഇപ്പൊ സ്വലാത്തല്ലേ, നല്ല വിധേയത്തല്ലേ, പറ്റൂല എന്നാ പറഞ്ഞത്, തടയണം എന്നാ പറഞ്ഞത്. ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അത് തടയണമെന്ന് ഇബ്നു ഹജർ ഫത്വ കൊടുത്തുവെന്നാണ് പൊന്മളക്കാരൻ അഖിലേന്ത്യാ മുഫ്തി ഫത്വ എഴുതിയത്. അതേപോലെ ചില സ്ഥലത്തുണ്ട് നമ്മളൊക്കെ നാടുകളിൽ തന്നെ തറാവീഹ് നമസ്കാരത്തിന് ഒരു 4 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ കാണാ ഒരു പ്രത്യേകമായ ഒരു പിന്നെ സ്വലാത്ത്. ആ സ്വലാത്തിനെ പറ്റി ചോദിച്ചാലോട് ബഷീർ ഫൈസി വെണ്ണക്കോട് APSന്റെ ആളെ കാര്യപ്പെട്ട ആളാ അദ്ദേഹം. ബഷീർ ഫൈസി വെണ്ണക്കോട് സുന്നത്ത് ജമാഅത്ത് ഒരു ക്ലാസ് ഡയറി എന്ന പേരിൽ ചില പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, 3-4 വാള്യങ്ങളായിട്ട്. അതിൽ 1-ാമത്തെ വാള്യത്തിന് ഇദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് എന്താ? ഫതാവൽ കുബ്രയിൽ ഇബ്നു ഹജർ റഹിമഹുള്ളയോട് ഇത് സംബന്ധിയായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തറാവീഹിനിടയിൽ എന്ന സ്ഥലവിശേഷത്തോടെ ഒരു സ്വലാത്ത് ഉണ്ടെന്ന് കരുതി വല്ലവരും സ്വലാത്ത് ചൊല്ലാന്നുണ്ടെങ്കിൽ അവനെ തടയണം. തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലല് പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച ഒരാൾ ചൊല്ലുന്നുവെങ്കിൽ അവനെ തടയണം. സ്വലാത്തല്ലേ, നല്ലതല്ലേ, പറയാൻ പറ്റൂല, തടയണമെന്നാണ് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞത്. അതാണ് ബഷീർ ഫൈസി വെണ്ണക്കോട് എഴുതിയത്, അതാണ് അഖിലേന്ത്യാ മുഫ്തി പൊന്മള മുസ്ലിയാർ എഴുതിയത്. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ല അർത്ഥം. അത് സ്വലാത്താണെങ്കിലും അത് ദുആ ആണെങ്കിലും അത് മൗലീദാണെങ്കിലും ഏത് ഏർപ്പാടായാലും ശരി ബിദ്അത്തുകൾ തന്നെയാണ്, അത് ചെയ്യാവതല്ല. ചുരുക്കത്തിന് ഈ ബിദ്അത്തിന് മൗലിദാഘോഷം എന്ന അനാചാരത്തിന് തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. അത് എവിടെയും പറഞ്ഞിട്ടില്ല, ഹദീസിലില്ല, ഇമാമിങ്ങൾ പറഞ്ഞില്ല, സ്വഹാബികൾ ചെയ്തില്ല, താബിഈങ്ങൾ ചെയ്തില്ല എന്ന് അസ്ഖലാനി പറഞ്ഞു, അതുപോലെ സുയൂത്തി പറഞ്ഞു, അതുപോലെ ഫാക്കിഹാനി പറഞ്ഞു, നാസുദ്ദീൻ ദിമഷ്ഖി പറഞ്ഞു, അതുപോലെ സുന്നി വോയിസ് പറഞ്ഞു, സുന്നി അഫ്കാർ പറഞ്ഞു, അൽ മുഅല്ലിം പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു. ഇങ്ങനെ മുജാഹിദുകൾ നാട് നില കൃത്യമായി ഈ വക പ്രമാണങ്ങളെ വെച്ചുകൊണ്ട് ബിദ്അത്താണ് 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 എന്ന് നാട് നില സമർത്ഥിച്ചപ്പോ ഇപ്പൊ അവർക്ക് തോന്നി ഇനിയിപ്പോ സുന്നത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ആയത്തുൽ ഹദീസ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യാ? പുതിയ ചില തെളിവാ. ഈ മുസ്ലിയാക്കന്മാരുടെ ഇടയിൽ പോക്കറ്റ് അടിക്കാരനായി അറിയപ്പെടുന്ന ഒരു മുസ്ലിയാരുണ്ട്, മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി എന്ന് പറയും. അയാൾ വളരെയറിയാൻ വന്ന എല്ലാ പെണ്ണുങ്ങളും കാതും കൗത്തിലുള്ളത് മൂപ്പിലടിച്ചുകൊണ്ടുപോകും. അതിനറിയപ്പെട്ട ആളാണ് മുള്ളൂർക്കര സഖാഫി. അയാൾ എന്താ പറഞ്ഞത്? നബിയത്തിന് പുതിയ ചില തെളിവാ.